കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 63. രചന ശാലിനി ഇ. അവൾ തൻ്റെ കയ്യിലെ ബിഗ് ഷോപ്പർ അയാളുടെ മുൻപിൽ കുടഞ്ഞിട്ട് കൊണ്ട് തിരികെ നടന്നു. തൻ്റെ മുന്നിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന നൂറുകണക്കിന് കത്തുകളിലേക്ക് അയാൾ തുറിച്ചു നോക്കി നിന്നു. കരയാൻ പോലും ആ നിമിഷം അയാൾ മറന്നുപോയിരുന്നു. ആ സമയം വാതിൽക്കൽ ഉള്ളിലെ കാഴ്ചകൾ കണ്ട് തറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ബദ്രിയും രാമേട്ടനും. അവരെ രണ്ടുപേരെയും ശ്രദ്ധിക്കാതെ നദി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു നിമിഷം അമ്മാമ്മയിലേക്കും അയാളുടെ മുന്നിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന കത്തുകളിലേക്കും നോക്കി സ്തബ്ധനായി നിന്നുപോയി ബദ്രി കുഞ്ഞെ, അതിനെ ഒന്ന് നോക്ക്. പിന്നിൽ നിന്നും രാമേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ബദ്രിക്ക് സ്ഥലകാലബോധം ഉണ്ടായത് തന്നെ. അവൻ പെട്ടെന്ന് തിരിഞ്ഞോടി സ്റ്റെയർ കേസ് ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കൊടുങ്കാറ്റ് പോലെ ഒരുവൾ ഗേറ്റ് കടന്ന് പോകുന്നത് കണ്ടു. കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് അവൾക്ക് മുൻപിൽ നിർത്തുന്നത് വരെ അവൻ്റെ ചങ്കിടിക്കുകയായിരുന്നു. കയറ്. തീ പാറുന്ന നോട്ടമായിരുന്നു അവനുള്ള മറുപടി. ഇവിടെ താഴ്ന്നു കൊടുത്താൽ അവൾ തന്നെ അനുസരിക്കില്ലെന്ന് അറിയാവുന്നതിനാൽ അവൻ മുഖത്തൽപ്പം ഗൗരവം മേപ്പൊടി ചേർത്തു. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ വലിച്ചു പൊക്കി കാറിനകത്തേക്ക് എടുത്തിടാനും എനിക്ക് മടിയില്ലെന്ന് നീ ഓർത്തോ? കപടമായ ദേഷ്യത്തോടെ ബദ്രി പറഞ്ഞു. ഒരു നിമിഷം അവൻ്റെ മുഖത്തെ ഭാവം കണ്ടതും അവൾക്ക് പേടി തോന്നി. ഒന്നും മിണ്ടാതെ കാറിനകത്തേക്ക് കയറിയിരുന്നു. കോ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ അടച്ചുകൊണ്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഡ്രൈവിംഗ് ചെയ്യുമ്പോഴെല്ലാം ബദ്രി അവളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുറുകിയ മുഖത്തോടെ തലയും താഴ്ത്തി ഇരിക്കുകയാണ് നദി. കുറച്ചു ദൂരം ഓടിയതും ബദ്രി ഒരു പാർക്കിനടുത്തായി കാർ നിർത്തി. ഇറങ്ങ്. തല താഴ്ത്തിയിരുന്ന നദി തല ചരിച്ചും കൊണ്ടവനെ രൂക്ഷമായി നോക്കി. പൊട്ടിത്തെറിക്കാൻ പാകത്തിനായിട്ടാണ് അവളുടെ ഇരിപ്പെന്ന് അവന് വ്യക്തമായിരുന്നു. നദി, നീ ഇറങ്ങി, എല്ലാറ്റിനും നമുക്ക് തീരുമാനമുണ്ടാക്കാം. എന്ത് തീരുമാനം? നിങ്ങളെല്ലാവരും ചേർന്ന് കളിച്ച നാടകത്തിൽ കഥയറിയാതെ കഥാപാത്രമായി അഭിനയിച്ചതല്ലേ ഞാൻ? അതുകണ്ട് എല്ലാവരും ചിരിച്ചില്ലേ? കളിയാക്കിയാണ് നിങ്ങൾ ചിരിക്കുന്നതെന്നറിയാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചു ഞാൻ. നദി, അങ്ങനെയൊന്നുമല്ല മോളെ, ഞാൻ പറഞ്ഞു തരാം, വാ. എന്നോട് നീ എന്തു പറഞ്ഞാലും എൻ്റെ തലയിൽ കയറില്ല സാർ. മരവിച്ച് കിടക്കുകയാണ് എൻ്റെ തലച്ചോറിപ്പോൾ. മരിക്കണമെന്നുള്ള ആഗ്രഹം തലയ്ക്കകത്ത് കയറിക്കഴിഞ്ഞു. എനിക്ക് മരിക്കണം. ഉന്മാദം പൂണ്ടവളെപ്പോലെ അവൾ ഉറക്കെ നിലവിളിച്ചു. നോക്കൂ നദി, മരണം ഒന്നിനും ഒരു പരിഹാരമില്ലെന്ന് നിനക്കറിയില്ലേ? നീ മരിച്ചു പോയതുകൊണ്ട് നിനക്കെന്താണ് നേട്ടം? ആരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് നീ മരിക്കുന്നത്? എനിക്ക് ആരെയും തോൽപ്പിക്കേണ്ട, എനിക്ക് ജീവിക്കുകയും വേണ്ട, എനിക്ക് മരിച്ചാൽ മതി. അവൾ ഇരു കൈകൾ കൊണ്ടും മുഖം അമർത്തി പിടിച്ചു കരഞ്ഞു. അവളുടെ ഉള്ളുപിടയുന്ന വേദന ബദ്രിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്ത് പറഞ്ഞാണ് അവളെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അവൻ അറിയുന്നില്ല. നിനക്ക് കോളേജിൽ പോകണോ? വേണ്ട. എന്നാൽ ഗോവർദ്ധനത്തേക്ക് വണ്ടി വിടട്ടെ? വേണ്ട. പിന്നെ നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അവൾ ഗ്ലാസിനുള്ളിലൂടെ വെളിയേക്ക് നോക്കി. ഞാനിവിടെ ഇറങ്ങിക്കോളാം സാർ, പൊയ്ക്കോളൂ. തിരിച്ച് ഗോവർദ്ധനത്തേക്കില്ലെന്ന് തീരുമാനിച്ചോ? ഇപ്പോൾ വരുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ. അവിടെ ഒത്തിരി പേരുണ്ടല്ലോ. അവരുടെ മുന്നിൽ വെച്ച് ഞാൻ ആരാണെന്ന് പറയാൻ ആൻറ്റിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. സാർ പൊയ്ക്കോളൂ, നാളെ നല്ലൊരു കാര്യം നടക്കുന്ന ദിവസമല്ലേ. ഒത്തിരി ജോലികളുണ്ടാവും. അങ്കിളിനെ കൊണ്ട് തനിച്ച് മാനേജ് ചെയ്യാൻ കഴിയില്ല. അവളുടെ സ്വരം സൗമ്യതയിലായിരുന്നു. കുറച്ചു മുൻപ് വരെ കണ്ട ദേഷ്യം എങ്ങോ പോയി മറഞ്ഞിരിക്കുന്നു എന്നവന് മനസ്സിലായി. നീയെന്നും നിങ്ങളെന്നും വിളിച്ചിരുന്ന സ്ഥാനത്ത് വീണ്ടും സാർ തലപൊക്കിയിരിക്കുന്നു. കല്യാണക്കാര്യങ്ങൾ അവിടെ നടന്നോളും. ഈ അവസ്ഥയിൽ നിന്നെ തനിച്ചു വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല. ഇറങ്ങ്, നമുക്ക് കുറച്ചു നേരം ആ പാർക്കിൽ പോയിരിക്കാം. ആ സമയം അവൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞില്ല നദി. ഈ അവസ്ഥയിൽ അവൾക്കൊരു താങ്ങ് അത്യാവശ്യമായിരുന്നു. നദി കാറിൽ നിന്നും ഇറങ്ങി പാർക്കിനുള്ളിലേക്ക് പതിയെ നടന്നു. കാർ ലോക്ക് ചെയ്ത് തിരിയുമ്പോൾ അവൻ ഫോണിൽ കാർത്തിയെ വിളിക്കാൻ ശ്രമിച്ചു. അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. കോൾ കട്ട് ചെയ്തതിന് ശേഷം അവൻ രാമേട്ടനെ വിളിച്ചു. രാമേട്ട, എന്താ അമ്മാമ്മയുടെ അവസ്ഥ?
ഒന്നും പറയണ്ട കുഞ്ഞേ. നദിക്കുഞ്ഞ് കുടഞ്ഞിട്ട് പോയ കത്തുകൾ ഓരോന്നോരോന്നായി വായിച്ചുകൊണ്ടിരിക്കുക. അതിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കരയുക. ശരിക്കും ഭ്രാന്ത് വന്നാൽ എങ്ങനെയാ? അതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. കാർത്തിക്കുഞ്ഞിനെ പലവട്ടം വിളിക്കാൻ ശ്രമിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ആ കുട്ടി ഇത് എവിടെ പോയി കിടക്കുക? എനിക്കൊന്നും അറിയാൻ മേലെൻ്റെ ഭഗവാനെ. ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിലേക്ക് ഇടുമ്പോൾ മഹാദേവനെ കുറിച്ചോർത്ത് ബദ്രിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് പോയപ്പോൾ ഭരതനിൽ നിന്നറിഞ്ഞ കുറേ കാര്യങ്ങൾ. ഇത്രയും കാലം ഞങ്ങൾക്ക് മുൻപിൽ ശത്രുക്കളില്ല എന്ന് കരുതി തന്നെയാണ് ഓരോ നിമിഷവും ജീവിച്ചത്. ആർക്കും ഞങ്ങളോട് ശത്രുത തോന്നേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ഇത്രയും വലിയൊരു ശത്രു, അതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ, അവരെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ചിന്തിക്കാൻ പോലും കാർത്തിക്കിപ്പോൾ ടൈമില്ല. ഇങ്ങനെയൊരു സമയത്ത് നദി ഞങ്ങളുടെ കൈവിട്ട് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? കാർത്തിയുടെ തീരുമാനം അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ബദ്രി ആ നിമിഷം ചിന്തിച്ചു. പാർക്കിനുള്ളിൽ ഒരു ഒഴിഞ്ഞ മൂലയിലായി സിമൻറ്റ് ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട് നദി. ബദ്രി അവൾക്കടുത്തേക്ക് നടന്നു. ഗോവർദ്ധനത്ത് കല്യാണ ഒരുക്കങ്ങളാണ്. അടുത്ത ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ട്. ചിലങ്കയുടെ കൂട്ടുകാരി നന്ദ എത്തിയിട്ടുണ്ട്. നന്ദയും സരികയുമാണ് ചിലങ്കയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ. അവരെ മാത്രമേ ചിലങ്ക കല്യാണത്തിന് ക്ഷണിച്ചിട്ടുള്ളൂ. ഉച്ചതിരിഞ്ഞ നേരത്താണ് നന്ദ കല്യാണ വീട്ടിലെത്തുന്നത്. ചിലങ്ക ഓടി വന്നവളെ സ്വീകരിച്ചു. സരിക എവിടെ? നന്ദയുടെ കൂടെ വേറെ ആരുമില്ലെന്ന് കണ്ടതും ചിലങ്ക ചോദിച്ചു. അവളുടെ അച്ഛന് സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണേ. എന്തു പറ്റി? ഇന്നലെ കാലത്ത് നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നുവെന്നാണ് അവളെ വിളിച്ചപ്പോൾ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ സർജറിയും കഴിഞ്ഞു. അയ്യോ, എന്നിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് ഒന്നുമില്ലല്ലോ? ഇല്ല, അപകടനിലയെല്ലാം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. രാവിലെ വിളിച്ചപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ, കിട്ടുന്നില്ല. എന്തായാലും കല്യാണത്തിന് വരില്ലെന്നറിയാം. എന്നാലും അച്ഛൻ്റെ വിവരം അറിയാലോ എന്ന് കരുതി വിളിച്ചതാണ്. നമുക്ക് രാത്രി വിളിച്ചു നോക്കാം, നീ വാ. എവിടെ എൻ്റെ നദി? പറഞ്ഞു കേട്ട സ്ഥിതിക്ക് ഇവിടെയൊക്കെ ഒഴുകി നടക്കേണ്ടതാണല്ലോ. ചുറ്റുപാട് നോക്കിക്കൊണ്ടാണ് നന്ദ ചോദിച്ചത്. അവൾ കാലത്ത് കോളേജിൽ പോയി. ഉച്ചയ്ക്ക് അവിടെ നിന്ന് നേരെ ഓഫീസിൽ പോകും. ഇന്ന് രാത്രിയിൽ നോക്കിയാൽ മതി. ആയിക്കോട്ടെ, രാത്രിയിൽ കാണാം. പിന്നെ നിൻ്റെ കാർത്തിയേട്ടനെ എനിക്കൊന്ന് മുട്ടിച്ചു തരണം കേട്ടോ. അതിനും കൂടിയാ എൻ്റെ ഈ വരവ്. നന്ദയുടെ വാക്കുകൾ കേട്ട് ചിലങ്കയുടെ ചുണ്ടിൽ ഒരു വരണ്ട പുഞ്ചിരി തെളിഞ്ഞു. ചിലങ്കയുടെ മുഖത്ത് വന്ന മാറ്റമൊന്നും നന്ദ ശ്രദ്ധിച്ചില്ല. അവളുടെ മനസ്സ് ആ സമയം കാർത്തിയിൽ ഉടക്കി നിന്നു. എന്നാൽ മറ്റൊരിടത്ത് ഹോസ്പിറ്റലിൽ ICUവിൻ്റെ മുൻപിൽ കാത്തു നിൽക്കുകയായിരുന്നു സരികയും അവളുടെ അമ്മയും. 2 ദിവസം കൊണ്ട് സരിക ആകെ വാടിത്തളർന്നു പോയിരുന്നു. മോളെ, അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാതെ ഒരു ഭാഗത്ത് പോയിരിക്കുക. അതോടെ സരിക അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാനിനി ജീവിച്ചിരിക്കുന്നത് എന്തിനാ അമ്മേ? അച്ഛൻ്റെ മുൻപിൽ ഞാൻ തെറ്റ് ചെയ്തവളായില്ലേ? ഈ ജന്മം അച്ഛനോട് പൊറുക്കാൻ കഴിയുമോ? നീ ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കല്ലേ. മക്കളെത്ര തെറ്റ് ചെയ്താലും അച്ഛനമ്മമാർ അവരെ വെറുക്കാൻ കഴിയില്ല കുഞ്ഞെ. വെയിറ്റിംഗ് സീറ്റിൽ മകളെ തന്നോട് ചേർത്തിരുത്തി സീത. അമ്മയുടെ തോളിലേക്ക് തലചായ്ച്ച് കിടക്കുമ്പോൾ അവളുടെ കണ്ണിൽ തെളിഞ്ഞത് ഇന്നലെ രാവിലെ ഉണ്ടായ രംഗമാണ്. സരികയുടെ അച്ഛൻ ബാലചന്ദ്രൻ KSRTC ബസ്സിൽ ഡ്രൈവറായിരുന്നു. 2 വർഷം മുൻപ് റിട്ടയർ ചെയ്തു. അമ്മ സീതയ്ക്ക് ജോലിയൊന്നുമില്ല. ഉള്ള 50 സെൻറ്റ് സ്ഥലത്ത് വാഴയും ചേനയും ചേമ്പും കൂർക്കയും കൃഷി ചെയ്യുന്നുണ്ട്. ഉള്ള സ്ഥലത്ത് വെച്ചുള്ള കൃഷി ആയതിനാൽ അധികമൊന്നും വിൽപ്പനയ്ക്ക് കിട്ടാറില്ല. കിട്ടുന്നതിൽ നിന്നുള്ള ലാഭവും പെൻഷൻ കിട്ടുന്നതും കൂട്ടിവെച്ചാണ് അയാൾ കുടുംബം പുലർത്തുന്നത്. തികച്ചും അഭിമാനിയും സത്യസന്ധനും സൽസ്വഭാവിയുമാണ് ബാലചന്ദ്രൻ. അതിനാൽ നാട്ടുകാർക്കും അയാൾ പ്രിയങ്കരനാണ്. പ്രായമായവരും ചെറുപ്പക്കാരും പൊതുവെ അയാളെ ബാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതൊരു ആദരസൂചകമായ വിളിയാണ്. ബാലചന്ദ്രനുള്ള ബഹുമാനം സീതയ്ക്കും സരികയ്ക്കും ആ നാട്ടുകാർ കൊടുക്കാറുണ്ട്. അച്ഛനും അമ്മയും സരികയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സരിക, മറ്റന്നാളല്ലേ നിൻ്റെ കൂട്ടുകാരിയുടെ കല്യാണം? നാളെ പോകുന്നുണ്ടോ? ബാലചന്ദ്രൻ ചോദിച്ചതും സീത അവളെ ഒന്ന് നോക്കി. ഉവ്വച്ചാ, ബസ് സ്റ്റാൻഡിൽ
നന്ദ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധിക ദിവസമൊന്നും നിൽക്കരുത്. കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ പോരാൻ പറ്റുമെങ്കിൽ പോന്നേക്കണം. ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കുന്നത്, അല്ലാതെ മനസ്സുണ്ടായിട്ടല്ല. ഒരു അച്ഛൻ്റെ ആദ്യം മുഴുവൻ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ഞാൻ വേഗം വരാം അച്ഛാ. അവൾ പറഞ്ഞു തീരുന്നതിന് മുൻപ് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ നോക്കാം. സരിക വേഗം എഴുന്നേറ്റ് വാതിലിന് നേർക്ക് നടന്നു. ആരാ ഈ നേരത്ത്? അങ്ങനെ ചോദിച്ച് അയാൾ വാഷ് ബേസിനരികിലേക്ക് നടന്നു. സീത വേഗം പാത്രങ്ങളെല്ലാം എടുത്ത് അടുക്കളയിലേക്കും നടന്നു. ഡോർ തുറന്ന സരിക കാണുന്നത് കാർത്തിയെയാണ്. ഇരു കൈകളും പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഗൗരവം നിറഞ്ഞ മുഖത്തോടെ നിൽക്കുകയാണ് കാർത്തി. ചില്ലുവിൻ്റെ കാർത്തിയേട്ടൻ എന്താ ഇവിടെ എന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി നിന്നു. KSRTC ബസ്സിലെ ഡ്രൈവർ ബാലചന്ദ്രൻ്റെ വീടല്ലേ ഇത്? മുഴക്കമുള്ള ചോദ്യം. ആ അതെ. അച്ഛനുണ്ടോ ഇവിടെ? ഉണ്ട്. വിളിക്ക്. അകത്തേക്ക് കയറിയിരിക്കാം. അച്ഛനെ വിളിക്കാനാണ് ഞാൻ പറഞ്ഞത്, അതാദ്യം അനുസരിക്കേ. അപ്പോഴേക്കും കഴുകി ബാലചന്ദ്രൻ സരികയുടെ തൊട്ടു പിന്നിലെത്തിയിരുന്നു. ആരാ മോളെ? ബാലചന്ദ്രൻ സരികയെയും പുറത്തു നിൽക്കുന്ന കാർത്തിയെയും മാറി മാറി നോക്കി. അച്ഛാ, ഇത് കാർത്തിയേട്ടൻ, ചിലങ്കയുടെ കസിൻ ബ്രദറാണ്. ചിലങ്കയുടെ പേര് പറഞ്ഞതും കാർത്തി സരികയെ ഒന്ന് ഇരുത്തി നോക്കി. അതെയോ? ഇവൾ നാളെ ഇവിടുന്ന് പുറപ്പെടാൻ നിൽക്കുകയാണ് കൂട്ടുകാരിയുടെ കല്യാണത്തിന്. എന്തായാലും മോൻ അകത്തേക്ക് ഇരിക്കേ, എന്നിട്ട് വന്ന കാര്യം സംസാരിക്കാം. കാർത്തി ക്ഷണം നിരസിച്ചില്ല. അവൻ അകത്തേക്ക് കടന്നതും ബാലചന്ദ്രൻ സോഫയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ചായ എടുക്കാനെന്ന വണ്ണം സരികയും അമ്മയും അടുക്കളയിലേക്ക് നീങ്ങാൻ തുടങ്ങുകയായിരുന്നു. സരിക അവിടെ നിൽക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കാർത്തി പറഞ്ഞത് കേട്ട് സരിക മാത്രമല്ല സീതയും തിരിഞ്ഞു നിന്നു. കാർത്തിയുടെ സ്വരം അത്രമേൽ ഗൗരവപൂർണമായിരുന്നു. സരികയെ ഒന്ന് നോക്കിക്കൊണ്ട് കാർത്തി ബാലചന്ദ്രൻ്റെ നേർക്ക് തിരിഞ്ഞു. മകൾ നാളെ പോകുന്നത് കൂട്ടുകാരിയുടെ കല്യാണത്തിന് തന്നെയാണോ? ബാലചന്ദ്രൻ ചോദ്യം മനസ്സിലാകാത്തത് പോലെ കാർത്തിയെയും പിന്നെ സരികയെയും നോക്കി. ഒറ്റ നിമിഷം കൊണ്ട് സരികയുടെ മുഖം ആകെ വിളറി വെളുത്തു പോയിരുന്നു. അതെന്താ അങ്ങനെ ചോദിച്ചത്? കൂട്ടുകാരിയുടെ കസിൻ ബ്രദറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അല്പം മര്യാദ കാണിച്ചത്. ബാലചന്ദ്രൻ്റെ സ്വരവും കടുത്തു. എന്നോട് മര്യാദ കാണിക്കണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മര്യാദക്കേട് കാണിച്ചാൽ അനുവദിച്ച് തരികയുമില്ല. ഒരു വാക്ക് തർക്കത്തിന് വന്നതല്ല ഞാൻ. എനിക്ക് നിങ്ങളുടെ മകളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചറിയാനുണ്ട്, അതും നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച്. എന്താ നിങ്ങൾക്ക് ചോദിച്ചറിയാനുള്ളത്? ആദ്യത്തെ ചോദ്യം അവിടെ നിൽക്കട്ടെ. കൂട്ടുകാരുടെ കല്യാണത്തിന് പോകാൻ മകളൊരു ബാഗ് ഒരുക്കി വെച്ചിട്ടുണ്ടാകുമല്ലോ. സരികയുടെ അമ്മയ്ക്കും മകളുടെ റൂമിൽ പോയി ആ ബാഗൊന്ന് എടുത്തു കൊണ്ടുവരാമോ? കാർത്തിയുടെ ചോദ്യം കേട്ടതും സരിക അപകടം മണത്തു. നാളെ പോകേണ്ടതിന് ഞാനെന്തിനാ ഇന്ന് തന്നെ ബാഗ് ഒരുക്കി വെക്കുന്നത്? കാർത്തി അവളെ രൂക്ഷമായി നോക്കിയതും അവൾ വേഗം തലകുനിച്ചു. സരികയുടെ അമ്മയ്ക്ക് അവളുടെ റൂമിൽ പോയി നോക്കാമോ മകൾ അങ്ങനെയൊരു ബാഗ് ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന്? നോക്കുന്നത് സത്യസന്ധമായിട്ടായിരിക്കണം. മകൾക്ക് വേണ്ടി കള്ളത്തരം പറയരുത്. കാർത്തിയുടെ കർശന സ്വരം കേട്ടതും ബാലചന്ദ്രൻ വല്ലാതെയായി. തൻ്റെ മകളെന്തോ കുറ്റം ചെയ്ത പോലെയല്ലേ ഇയാളിപ്പോൾ സംസാരിക്കുന്നത്? സീത, നീ പോയി നോക്ക്. ഭർത്താവിൻ്റെ അനുവാദം കിട്ടിയതും സീത തിരിഞ്ഞു നടന്നു. അങ്ങനെ ഒരു ബാഗ് മകൾ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിലും എനിക്കറിയാം. അതുകൊണ്ട് ആ ബാഗ് ഇവിടെ കൊണ്ടുവന്ന് തുറന്നാൽ മതി. ഞാൻ പറയുന്നത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തിനാണ്. കാർത്തി പറഞ്ഞത് കേട്ട് സീത അങ്ങനെ തന്നെ നിന്നു. ചെല്ല്, അങ്ങനെ ഒരു ബാഗുണ്ടെങ്കിൽ നീ തുറക്കണ്ട, അതുമായി ഇവിടെ വാ. സീത മുകളിലേക്ക് പോകാൻ സ്റ്റെപ്പ് കയറിയതും സരിക അവൾക്ക് പിന്നാലെ ഓടി. സരിക അവിടെ നിൽക്ക്, അമ്മ പോയി നോക്കി വരും.
സരികയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. അവൾ ഒരു കുറ്റവാളിയെപ്പോലെ തലകുനിച്ചു നിന്നു. അവളുടെ നിൽപ്പ് കാണുന്തോറും ബാലചന്ദ്രൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി തുടങ്ങിയിരുന്നു. മകൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്നോ എന്നൊരു തോന്നൽ അയാളെ പിടിച്ചുലച്ചു. അല്പസമയം കഴിഞ്ഞതും സീത കയ്യിലൊരു വലിയ ട്രോളി ബാഗുമായി സ്റ്റെപ്പ് ഇറങ്ങി വന്നു. കൂട്ടുകാരുടെ കല്യാണത്തിന് മകൾ പോകുന്നത് 1 മാസം താമസിക്കാനാണോ? ഇത്രയും വലിയ ബാഗ് കണ്ടത് കൊണ്ട് ചോദിച്ചതാണ്. പരിഹാസയോടെയുള്ള കാർത്തിയുടെ ചോദ്യം കേട്ട് ബാലചന്ദ്രൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. സരികയുടെ അമ്മ തന്നെ അത് തുറക്കൂ. കാർത്തി പറഞ്ഞതും സീത ബാലചന്ദ്രൻ്റെ നേർക്ക് നോക്കി. അയാൾ തുറക്കാനുള്ള ആജ്ഞ നൽകി. എന്തിനാണ് ചിലങ്കയുടെ ഏട്ടൻ ഇവിടെ കയറി വന്നതെന്നോ എന്തിനാണ് തൻ്റെ ബാഗ് പരിശോധിക്കുന്നതെന്നോ സരികയ്ക്ക് മനസ്സിലായില്ല. എന്നാലും എന്തോ ഒരു അപകടം വരുന്നുണ്ടെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ട്. സീത ട്രോളി ബാഗ് തുറന്നു വെച്ച് വലിയ ട്രോളി ബാഗ് ആയതിനാൽ അതിൽ ഒത്തിരി ഡ്രസ്സുകളുണ്ടായിരുന്നു. കൂടാതെ 1-2 ആഭരണ പെട്ടികളും. തുണിക്കുകൾക്കിടയിൽ നിന്നും ഒരു കടലാസ് പൊതി കണ്ടതും സീത അത് കയ്യിലെടുത്തു. ബാലചന്ദ്രനെ നോക്കിയതും അയാളത് തുറക്കാൻ കണ്ണുകൾ കൊണ്ട് ആജ്ഞ നൽകി. സീത തുറന്നതും അതിൽ 500-ൻ്റെയും 2-3 കെട്ട് നോട്ടുകളാണ് കണ്ടത്. അതോടെ ബാലചന്ദ്രൻ എഴുന്നേറ്റ് ചെന്ന് ബാഗിൽ നിന്നും ആഭരണ പെട്ടികൾ കയ്യിലേക്കെടുത്തു. ഓരോന്നും തുറന്നു നോക്കിയതും ബാലചന്ദ്രനും സീതയും പരസ്പരം നോക്കി. ഉറുമ്പ് അരിമണി ശേഖരിക്കുന്നത് പോലെ അയാൾ ചിട്ടിപിടിച്ചും ഓരോ മാസത്തിൽ നിന്നും ചിലവ് ചുരുക്കിയും മകളുടെ കല്യാണത്തിനായി കരുതി വെച്ച സ്വർണ്ണാഭരണങ്ങളായിരുന്നു അതെല്ലാം. തൻ്റെ അലമാരിയിലെ സെൽഫിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ച ആഭരണങ്ങൾ എങ്ങനെ ഈ ബാഗിനകത്ത് എത്തി എന്നതായിരുന്നു സീത നോക്കിയതിൻ്റെ അർത്ഥം. സരിക താനിനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. അതോടെ കാർത്തി സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ഇനി കാര്യങ്ങൾ ഞാൻ പറയാം. ഇവൾ നാളെ പോകുന്നത് കൂട്ടുകാരുടെ കല്യാണത്തിനല്ല. അങ്ങനെയാണെന്ന് അവൾ നിങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുകയാണ്. നാളെ ഇവിടെ നിന്ന് പോയാൽ മറ്റന്നാൾ കല്യാണം, അതിൻ്റെ പിറ്റേന്നാൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞായിരിക്കും ഇവൾ പോകുന്നത്. എന്നാൽ വരാമെന്ന് പറഞ്ഞ ദിവസവും അവൾ ഫോൺ ചെയ്ത് നിങ്ങളോട് പറയുന്നു, എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല, ഞാൻ നാളെ വരാമെന്ന്. മനസ്സോടെ നിങ്ങൾ അത് സമ്മതിക്കുന്നു. അങ്ങനെ 4 ദിവസങ്ങൾക്ക് ശേഷമാണ് മകളിനി തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അവൾ തിരിച്ചു വരാത്തതിന് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബാലചന്ദ്രനും സീതയും കാർത്തി പറയുന്നതിൻ്റെ ഞെട്ടലിലാണ്. കൂട്ടുകാരുടെ കല്യാണത്തിന് ആണെന്ന് പറഞ്ഞ് അവൾ നാളെ പോകുന്നത് കാമുകൻ്റെ കൂടെ അവർ സ്വപ്നം കണ്ട ജീവിതത്തിലേക്കാണ്. ബാലചന്ദ്രനും സീതയും ഒരു ഞെട്ടലോടെ സരികയെ നോക്കി. അവളൊരു കുറ്റവാളിയെപ്പോലെ തലകുനിച്ച് നിൽക്കുകയായിരുന്നു. എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? ബാലചന്ദ്രൻ കാർത്തിയോട് തിരക്കി. അറിയാം, അവൻ്റെ വീട്ടുകാർ ഇവളുമായുള്ള കല്യാണം നടത്താൻ സമ്മതിക്കാത്തതുകൊണ്ട് അവൻ അവിടെ ഒരു കല്യാണ നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ നാടകത്തിൽ ബലിയാടായത് എൻ്റെ ആൻറ്റിയുടെ മകളാണ് ചിലങ്ക. മറ്റന്നാളത്തെ കല്യാണം സ്വപ്നം കണ്ടിരിക്കുകയാണ് പാവം. കെട്ടുറപ്പിച്ചു വച്ചിരിക്കുന്ന ചെക്കൻ നാളെ കാമുകയെയും കൊണ്ട് നാടുവിടാൻ ഒരുങ്ങുന്നു. അതുവരെയുള്ളതെല്ലാം സത്യമായിരുന്നെങ്കിലും കാർത്തി പറഞ്ഞ അവസാന വാക്കുകൾ അതവളിൽ ഒരു നടുക്കം സൃഷ്ടിച്ചു. ദേവദത്ത് ഒരു കല്യാണ നാടകം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു, എന്നാൽ അത് ചിലങ്കയാണെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല. കേട്ടത് വിശ്വസിക്കാനാകാതെ അവൾ കാർത്തിയുടെ മുഖത്തേക്ക് തറച്ചു നോക്കി. അടുത്ത ഭാഗം തുടർ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. എഴുതാൻ കുറച്ച് താമസമായതിനാൽ കഥ പറയാനും താമസിക്കുന്നതായിരിക്കും.